നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും ഓണപരീക്ഷയുടെ തയ്യാറെടുപ്പിലാണെന്ന് എനിക്കറിയാം. ഈ വർഷത്തെ ഓണപരീക്ഷയ്ക്കുള്ള ചാപ്റ്റേഴ്സിൽ ഒരെണ്ണം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയാണ്. അപ്പോൾ അതിലെ ചില ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ, ഒരു ഫംഗ്ഷൻ y ആണ് എന്നിരിക്കട്ടെ, അതിൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് dy/dx എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ y' കൊണ്ട് ഡിനോട്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ y1 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇതിൻ്റെ എല്ലാം സെക്കൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് dy/dx ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് d2y/dx² എന്ന് ഡിനോട്ട് ചെയ്യാം. y' അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ y', ഇതാണെങ്കിൽ y2 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനിയിപ്പോൾ y അല്ല ഫംഗ്ഷൻ f(x) = എന്നാണ് തന്നിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് df/dx എന്ന് എഴുതാം, അല്ലെങ്കിൽ f'(x) എന്നും എഴുതാം. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ d2f/dx². ഈ f'(x)ൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് f'(x). ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ചില ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫൈൻഡ് d2y/dx² if y equals സൈൻ ഓഫ് cos x. സൈൻ ഓഫ് cos x, അതായത് സൈൻ എക്സ് എന്നാണ് വരേണ്ടത്, പക്ഷേ അതിന് പകരം ആ എക്സിന് പകരം cos x വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം y = എന്നുള്ള ഫംഗ്ഷൻ എടുത്ത് എഴുതുക, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതുക. y = എന്നുള്ള ഫംഗ്ഷൻ സൈൻ ഓഫ് cos x എന്നാണ്. ഡിഫറൻഷിയേറ്റ്, DIFF എന്നിട്ടാൽ മതി. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, WRTOX, അത് മതി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy/dx = വൈയുടെ ഡെറിവേറ്റീവ്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് cos x ആണ് സൈൻ എക്സിന് പകരം, എക്സിന് പകരം വന്നിരിക്കുന്നത്. സൈൻ എക്സിന് പകരമല്ല, എക്സിന് പകരം വന്നിരിക്കുന്നത്. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. ഈ സൈൻ cos x, ആ cos എക്സിനെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുമ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണോ അത് എഴുതണം. cos x അല്ല, അവിടെ എക്സിന് പകരമുള്ളത് ഏതാണോ അത് എഴുതണം. cos ഓഫ് cos x ഇൻറ്റു, തീർന്നിട്ടില്ല, ഏതിനെയാണോ നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തത് അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് cos എക്സിൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് cos x കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ ചെയിൻ റൂൾ എന്നും വിളിക്കും. ചെയിൻ റൂൾ. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് cos എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ cos ഓഫ് cos x ഇൻറ്റു cos എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇതിനെ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ഇൻറ്റു cos ഓഫ് cos x. മനസ്സിലായല്ലോ? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചത് cos എക്സിനെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ സൈൻ എക്സ് ആ മോഡലിലാണ്. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് cos x എന്നറിയാം. അപ്പോൾ cos x ആ എക്സിന് പകരം cos എക്സിനെ കൊടുക്കണം. സൈനിൻ്റെ ഡെറിവേറ്റീവ് cos ഓഫ് cos x ഇൻറ്റു ഏതാണോ എക്സിന് പകരം നമ്മൾ അസ്യൂം ചെയ്തത് അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുവരെയാണ് ഈ സ്റ്റെപ്പ് എഴുതിയത്. ഇനി ഒന്നുകൂടെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇട്ടുള്ളൂ. ഡിഫറൻഷിയേറ്റ് അഗൈൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് ഇതാണ് dy/dx. യഥാർത്ഥത്തിൽ ഈ d2y/dx² എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡെറിവേറ്റീവ് ഓഫ് ദ ഡെറിവേറ്റീവ്. dy/dx ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ? ആ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡെറിവേറ്റീവ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ് d2y/dx². ഓക്കെ, അപ്പോൾ ഇവിടെയും ഈ dy/dxൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് d2y/dx² ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇങ്ങനെ എടുത്തിട്ട് d/dx ഓഫ് സൈൻ എക്സ് ഇൻറ്റു cos ഓഫ് cos x. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സൈൻ എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഈ cos ഓഫ് cos x സെക്കൻഡ് ഫംഗ്ഷൻ. ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എന്ന് വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അതാണ് പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇറ്റ്സ് ഈക്വൽ ടു, ഈ മൈനസ് ഇതുപോലെ തന്നെ കിടക്കട്ടെ. ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cos ഓഫ് cos എക്സിൻ്റെ ഡെറിവേറ്റീവ്. അവിടെയും ഈ cos എക്സിനെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യണം. cos എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. അതുകൊണ്ട് അവിടെ എഴുതേണ്ടത് മൈനസ് സൈൻ ഓഫ് cos എക്സ് എന്ന് എഴുതണം. ഇൻറ്റു, അതും തീർന്നിട്ടില്ല, കാരണം cos എക്സിനെ അല്ലേ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തത്. അപ്പോൾ cos എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയ മൈനസ് സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് സൈൻ എക്സ് പ്ലസ് നെക്സ്റ്റ് ടേം എന്താണ്?
സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് ഫംഗ്ഷൻ കോസ് ഓഫ് കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് ഓഫ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഓക്കെ. ഇനി ഇതിൽ കോമൺ ഫാക്ടർ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം. ഇതിൽ ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ലല്ലോ. ഇത് ഇത്രയും ഒരു ടേമാണ്, ഇത് മറ്റൊരു ടേമാണ്. ഇതിലേതെങ്കിലും കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പോൾ ഈ മൈനസ് അതുപോലെ എഴുതിയതിന് ശേഷം ഇൻറ്റു ഇതിനുള്ളിലെ ഈ മൈനസും കൂടെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ പ്ലസ് ആവും. സൈൻ എക്സും കൂടെ സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ്. ഓക്കെ. പ്ലസ് അടുത്ത് കോസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് കോസ് എക്സ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ഒന്നുമില്ല. കാരണം അതിന് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇവിടെ വന്ന് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അതിനൊന്നും ഇല്ലല്ലോ. ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് പോസിറ്റീവായി. അപ്പോൾ അകത്ത് കിടക്കുന്ന രണ്ട് ടൈംസും പോസിറ്റീവാണ്. അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ ഈക്വൽ ടു റൂട്ട്, ഒരു വലിയ റൂട്ടിനകത്ത് റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് വീണ്ടും റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് അങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാം. ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതിനെടുത്ത് സൊല്യൂഷൻ പാർട്ടിൽ റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് അതെല്ലാം അങ്ങനെ എഴുതി. എന്നിട്ട് ഒരിക്കൽ കൂടെ എഴുതാൻ കാരണം നമ്മൾ ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് അങ്ങ് തിരിക്കുന്നു. അതായത് ഇത് ഇത്രയും ഇതിൻ്റെ ഇപ്പുറത്ത് വരുന്ന സൈൻ എക്സ് റൂട്ട് ഓഫ് സൈൻ എക്സ് അതുപോലെ എഴുതിയിട്ട് ബാക്കി ഇങ്ങോട്ട് വരുന്ന റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് ഇതെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് ഞാനൊന്ന് കരുതുന്നു. അപ്പോൾ ഈ കിടക്കുന്ന ഇത്രയും എന്ന് പറയുന്നത് അതിന് പകരം കൊടുക്കാൻ പറ്റുന്നൊരു ക്വാണ്ടിറ്റി വൈ ആണ്. കണ്ട, വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ്. അപ്പോൾ ഈ റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് ഇൻഫിനിറ്റി ഇത്രയ്ക്കും പകരം എന്ത് കൊടുക്കാൻ പറ്റും? വൈ കൊടുക്കാം. അതായത് ഇതിനെ റീറൈറ്റ് ചെയ്യേണ്ടത് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ സൈൻ എക്സ് അതുപോലെ എഴുതിയതിന് ശേഷം പ്ലസ് ഇത്രയ്ക്കും പകരം വൈ ആണ്. അപ്പോൾ പ്ലസ് വൈ റൂട്ടിനകത്ത് തന്നെ വൈ. ഇത് ഫ്രം ഇക്വേഷൻ 1 എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ ഡിനോട്ട് ചെയ്യാം. ഇതിൽ നിന്നാണ് എഴുതിയത്. ഇത് തന്നിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഇതുപോലെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് അങ്ങ് പോകും. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഈ കിടക്കുന്നത് പോലെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഇൻഫിനിറ്റ് സീരീസ് ആണ്. ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അത് എവിടെയാണ് അവസാനിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം സ്ക്വയർ ചെയ്തതിന് ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ. അപ്പോൾ വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് മാത്രം വരും. കാരണം റൂട്ടിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് ക്യാൻസൽ ചെയ്തു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ ചെയ്തത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഫോമിലായി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷൻ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എക്സ് വൈ ഒക്കെ ഷഫിൾഡ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇതുപോലെ വെച്ചുകൊണ്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ മതി. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y എന്ന് എഴുതിയിട്ട് ആ വൈ എക്സിലുള്ള ഫംഗ്ഷൻ അല്ലല്ലോ, അതുകൊണ്ട് ആ വൈയുടെ ഡെറിവേറ്റീവ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ. ഈക്വൽ ടു ഇവിടെ ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. കറക്റ്റ്, കോസ് എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് വീണ്ടും ഡി വൈ ബൈ ഡി എക്സ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സുകളുടെ ടേം എല്ലാം ലെഫ്റ്റ് സൈഡ് കൊണ്ടുവേണം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, അതിനെയും കൂടെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവേണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ലെഫ്റ്റ് സൈഡുള്ള 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഓൾറെഡി അവിടെ ഉണ്ട്, അത് എഴുതണം. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരുമ്പോൾ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ പിന്നെ ഉള്ളത് കോസ് എക്സ് എന്ന് മാത്രമാണ്, അല്ലേ? കോസ് എക്സ്. ഇനി ഈ രണ്ട് ടേംസിലും ഡി വൈ ബൈ ഡി എക്സ് കോമൺ ഫാക്ടർ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഇതിന് മിച്ചമുള്ളത് എന്തൊക്കെയാണ്? 2y അവിടെ ബാലൻസ് ഉണ്ട്. പിന്നെ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് അവിടെ നിന്ന് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 ആണുള്ളത്. ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ. ഇനി ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് വേണ്ടതായതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് മാത്രം ലെഫ്റ്റ് സൈഡ് എഴുതുക. അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന സാധനം റൈറ്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2y മൈനസ് 1. ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. അതായത് ഇങ്ങനെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കിട്ടിയത്. ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ, അങ്ങനെയല്ലേ ആ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്? സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു സൈൻ എക്സ്, ആ മോഡലിലാണല്ലേ കിടക്കുന്നത്.
ഒരു ഫംഗ്ഷൻ റൈസ് ടു മറ്റൊരു ഫംഗ്ഷനോ സെയിം ഫംഗ്ഷനോ വരാം. അപ്പോൾ ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ വന്നാൽ നമ്മൾ ഏത് മെത്തേഡിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. ലോഗരിതം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ റൂൾസും അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെ രണ്ടിടത്തും ലോഗ് എടുക്കുമ്പോൾ ലോഗ് വൈ ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു സൈൻ എക്സ് ഇങ്ങനെ കിട്ടും. ഇവിടെ ലോഗരിതത്തിൻ്റെ ഒരു റൂളുണ്ട്, അറിയാമായിരിക്കും. ലോഗ് എ റൈസ് ടു ബി ഈക്വൽ ടു ബി ഇൻറ്റു ലോഗ് എ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ റൂൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ബി ആണിത്, എ ആണിത്, എ റൈസ് ടു ബി. അപ്പോൾ ബി ലോഗ് എ എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ വേറെ ഒന്നുമില്ല, ലോഗ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് ഇങ്ങനെയാണ് വരിക. ഈ റൂളാണ് നമ്മളവിടെ അപ്ലൈ ചെയ്തത്. ഇനി ഇപ്പോൾ കറക്റ്റ് സാധാരണ ഫംഗ്ഷനായി. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ ആദ്യം ലോഗ് വൈയുടെ ഡെറിവേറ്റീവ്. ഇവിടെ വൈ ആണല്ലോ, സാധാരണ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് 1/x. അപ്പോൾ ആ എക്സിനെ വൈനെ നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/y ഇൻറ്റു പിന്നെ ഈ വൈ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തല്ലോ അതിൻ്റെ ഡെറിവേറ്റീവ് dy/dx. അല്ലാതെ ഇതൊന്നും കാണാതെ പഠിച്ച് വെച്ചിരുന്നാലും മതി. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണെങ്കിൽ 1/y ഇൻറ്റു dy/dx. ഓക്കെ, ഇത് പലയിടത്തും വരും. ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഇതിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ. ഈ സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, അത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുക. ലോഗ് സൈൻ എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ ഒന്ന് ഓർത്തെടുക്കുക. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഈ സൈൻ എക്സിനെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അതുകൊണ്ട് ഇതിനെ 1/xന് പോലെ ഇവിടെ സൈൻ എക്സ് ആണ് ഇൻറ്റു സൈൻ എക്സിനെ അല്ലേ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തത്. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കോസ് എക്സ്. ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവുമല്ലോ അല്ലേ? ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇതാണ് ഈ രണ്ട് ടേംസ് ആയിട്ട് കിടക്കുന്നത്. 1/sin x ആണ്. ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/sin x ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് മാത്രമേ ആയുള്ളൂ കേട്ടോ. ഇനി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സ് ആണ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, അത് കോസ് എക്സ് ആണ്. അത്രയും ഓക്കെ അല്ലേ? ഇനി ഈ ഫസ്റ്റ് ടൈമിലേ സൈൻ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ഒരു കോസ് എക്സ്, പിന്നെ ലോഗ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ ഈ രണ്ട് ടേംസിനും ഒരു കോസ് എക്സ് കോമൺ ഫാക്ടറാണ്. അങ്ങനെ കോസ് എക്സ് ഇതിൽ നിന്ന് കോമൺ എടുത്താൽ ലെഫ്റ്റ് സൈഡിൽ ഒരു 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇനിയുള്ളത് ഇവിടെ ഒരു കോസ് എക്സ്. അപ്പോൾ കോസ് എക്സ് കോമൺ ഫാക്ടർ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടേമിൽ ഇനി വേറെ ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ. 1 പ്ലസ് പിന്നെ ഈ ടേമിൽ ലോഗ് സൈൻ എക്സ് എന്ന് മാത്രമേ ഉള്ളൂ. 1 പ്ലസ് ലോഗ് സൈൻ എക്സ്. നമ്മൾ കോസ് എക്സ് കോമൺ എടുത്തതിന് ശേഷം വരുന്നതാണിത്. ഇനി തീർന്നിട്ടില്ല, dy/dx ഈക്വൽ ടു ആണ് വേണ്ടത്. അപ്പോൾ ഈ 1/y ഇതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള y റൈറ്റ് സൈഡ് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ dy/dx ഈക്വൽ ടു ഇങ്ങനെ വരും, y ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് സൈൻ എക്സ് എന്ന് കിട്ടും. ഇനി ആ വൈക്ക് പകരം നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ കൂടെ അവിടെ കൊടുത്താലേ കംപ്ലീറ്റ് ആവുള്ളൂ ആൻസർ. സോ dy/dx ഈക്വൽ ടു വൈക്ക് പകരം സൈൻ എക്സ് റൈസ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അത് താഴെയാണ് എഴുതേണ്ടത്, അല്ലാതെ ഇതിൻ്റെ കൂടെ എഴുതരുത്, ആ ഇൻഡെക്സിൻ്റെ കൂടെ എഴുതരുത്. ഇൻറ്റു കോസ് എക്സ് അത് എഴുതി, പിന്നെ ഇൻറ്റു 1 പ്ലസ് ലോഗ് സൈൻ എക്സ്. ഇത്രയും എഴുതിയാലേ dy/dx ഈക്വൽ ടു എന്നുള്ളതിൻ്റെ ആൻസർ ആവും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് e റൈസ് ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് റൈസ് ടു വൈ. ഇവിടെയും നമുക്കൊരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷനാണ്, ഓർമ്മ വേണം. ദെൻ പ്രൂവ് ദാറ്റ് dy/dx ഈക്വൽ ടു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് ex, e റൈസ് ടു അല്ല ex ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യം e റൈസ് ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് റൈസ് ടു വൈ എന്ന് കിടപ്പുണ്ട്. ഈ ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ, ഇതും ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ രണ്ടിടത്തും ലോഗരിതം അപ്ലൈ ചെയ്യണമെന്നാണ് റൂള് അല്ലേ? ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെ ലോഗ് e റൈസ് ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു, ഇവിടെ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് എക്സ് റൈസ് ടു വൈ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലോഗരിതത്തിൽ ഒരു റൂൾ ഉള്ളത് ലോഗ് e റൈസ് ടു എക്സ് എന്ന് പറയുന്ന എക്സ് തന്നെയാണ്.
അതുപോലെ തിരിച്ചും വരാം. തിരിച്ചെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് വന്നാലും എക്സ് തന്നെയാണ് കേട്ടോ. അതൊരു റൂള്. അപ്പോൾ ഇതിന് പകരം ഈ ലോഗും ഇയും പോയിട്ട് എക്സ് മൈനസ് വൈ എന്ന് മാത്രം എഴുതാം. ഇവിടെ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത അതേ റൂള് തന്നെയാണ്. ലോഗ് എ റൈസ് ടു ബി ഈക്വൽ ടു ബി ഇൻറ്റു ലോഗ് എ. അപ്പോൾ ഈ രണ്ട് റൂളുകളാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ലോസ് ഓഫ് ലോഗരിതം എന്നാണ് ഇതിനറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ വൈ ലോഗ് എക്സ് എന്നാണ് ഇത് എഴുതേണ്ടത്. ഇപ്പോൾ ഇനി നമ്മുടെ സാധാരണ ഫംഗ്ഷൻ്റെ ഫോമിലായി. പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്താൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എളുപ്പമായിരിക്കും. കാരണം അതുപോലെ കിട്ടണമെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഈ മൈനസ് വൈ കൂടെ റൈറ്റ് സൈഡ് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ലോഗ് എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇനി ഈ രണ്ട് ടേംസിൽ നിന്നും വൈ കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. വൈ ഇൻറ്റു ഇവിടെ ലോഗ് എക്സ് പ്ലസ് 1 എന്നോ അല്ലെങ്കിൽ 1 പ്ലസ് ലോഗ് എക്സ് എന്നോ എടുക്കാം. ലോഗ് എക്സ് പ്ലസ് 1 ആയാലും 1 പ്ലസ് ലോഗ് എക്സ് ആയാലും സെയിം ആണ്. ഇനി ഈ 1 പ്ലസ് ലോഗ് എക്സിനെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ വൈ ഈക്വൽ ടു എന്നുള്ളൊരു സിംഗിൾ ഫംഗ്ഷൻ കിട്ടും. അതായത് വൈ ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സ്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇപ്പോൾ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടി. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് അങ്ങനെ എഴുതത്തക്ക രീതിയിൽ കിട്ടും. അതിൽ ഈ കിടക്കുന്നത് കൊണ്ട് പേടിക്കണ്ട. ഈ ലോഗ് ഇ എക്സ് എന്ന് പറയുന്നത് ഞാൻ അടുത്ത് ചെയ്ത് വരുമ്പോൾ പറയാം. അപ്പോൾ ഏതായാലും ഈ ഫംഗ്ഷനെ ഇനി കോഷ്യൻ്റ് റൂളിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് എഴുതിയതിന് ശേഷം വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ്. നമ്മൾ നേരത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോഷ്യൻ്റ് റൂൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആദ്യം ഡിനോമിനേറ്റർ എഴുതാം. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 മൈനസ് അടുത്ത ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഏതാണ്? എക്സ് അല്ലേ? ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഈ ഡിനോമിനേറ്ററിൽ രണ്ട് ടൈംസ് ഉണ്ട്. 1ൻ്റെ ഡെറിവേറ്റീവ് 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്, എൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ 0 പ്ലസ് 1/x. അത് വേറെ 1/x ആണ് കേട്ടോ. 0 പ്ലസ് 1/x അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഡിനോമിനേറ്റർ 1 പ്ലസ് ലോഗ് എക്സ് ആണ്, അതിൻ്റെ ഹോൾ സ്ക്വയർ കൊടുക്കണം. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം കോഷ്യൻ്റ് റൂളിൽ അപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അതാണ് കിടക്കുന്നത്. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറയുന്നത് 1 പ്ലസ് ലോഗ് എക്സ് തന്നെയാണ്. അതതുപോലെ എഴുതി. ഇനി മൈനസ് ഈ എക്സ് ഇൻറ്റു 0 പ്ലസ് 1/x നമ്മൾ നേരത്തെ പറഞ്ഞു 1/x തന്നെയാണ്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതിൽ ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൽ വരുന്നത് ഈ 1 പ്ലസ് ലോഗ് എക്സ്, പിന്നെ ഇവിടെ ഒരു -1 വരും. ഡിനോമിനേറ്ററിൽ ഒരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നില്ല. 1 എന്ന് പറയുന്നത് ലോഗ് ഇ ആണ്. ലോഗ് ഇയുടെ വാല്യൂ ഈക്വൽ ടു 1 ആണ്. കാരണം നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ റൂള് ലോഗ് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്ന എക്സ് തന്നെയാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ലോഗ് ഇ റൈസ് ടു 1 ആണല്ലോ അത്. അപ്പം ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇ റൈസ് ടു 1 ആണ് അല്ലേ? അതാണ് ഇ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ലോഗ് ഇ റൈസ് ടു 1 നേരത്തെ പറഞ്ഞ ആ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ഏതായാലും ഈ 1ന് പകരം ലോഗ് ഇ കൊടുക്കാം പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഈ 1ഉം -1ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നേരത്തെ കണ്ടുപിടിച്ച് കാണുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിൽ ഇനിയുള്ളത് ലോഗ് എക്സ്, ഡിനോമിനേറ്ററിലുള്ളത് എന്താണ്? ലോഗ് ഇ പ്ലസ് ലോഗ് എക്സ്. അപ്പോൾ അവിടെയും ഇനി ലോഗരിതത്തിൻ്റെ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതാണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി. ഇതിനെ കമ്പൈൻ ചെയ്ത് ലോഗ് എ ഇൻറ്റു ബി എന്ന് എഴുതാം. അങ്ങനെ ഒരു റൂളും ലോഗരിതത്തിലുണ്ട്. അപ്പോൾ ലോഗ് ഇ ഇൻറ്റു എക്സ് എന്ന് എഴുതാം ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ലോഗ് എ പ്ലസ് ലോഗ് ബി, അപ്പോൾ ലോഗ് എ ബി ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് ഇ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് കിട്ടി. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടി. എന്നിട്ട് ഈ പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു സെൻറ്റൻസ് സാധാരണ ലാസ്റ്റിൽ എഴുതാറുണ്ടല്ലോ. ഹെൻസ് ദ പ്രൂഫ് എന്നോ ഹെൻസ് പ്രൂവ്ഡ് എന്നോ എഴുതി കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു എം, ദെൻ ഷോ ദാറ്റ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് എം സ്ക്വയർ വൈ ഈക്വൽ ടു 0. ഇത് പ്രൂവ് ചെയ്യണം. ഇത് മിക്കവാറും ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ഇതിനെ തന്നെ ചെയ്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, അടുത്ത സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും ആ ലെഫ്റ്റ് സൈഡും കിട്ടിക്കോളും.
പിന്നെ വളരെ റയറായിട്ട് ചിലതിൽ മാത്രം dy/dx നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം, d²y/dx² കണ്ടുപിടിക്കണം. അത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം LHS ഈക്വൽ ടു എന്ന് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇതിൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നോക്കാം എങ്ങനെയാണ്. ആദ്യം y ഈക്വൽ ടു തന്നിട്ടുള്ള ഫംഗ്ഷനായ x പ്ലസ് √1 + x² ഇവിടെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇതുപോലെ വെച്ചുകൊണ്ട് തന്നെ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളത് dy/dx ഈക്വൽ ടു ഇതിനുള്ളിലുള്ള അത്രയും എക്സ് ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ x⁻n ഡെറിവേറ്റീവ് എന്താണ്? nx⁻n-1 അല്ലേ? പക്ഷേ എന്നിന് വരെ ഇവിടെ m ആണ് കിടക്കുന്നത്. അത് കുഴപ്പമില്ല, അത് ഇപ്പോൾ കോൺസ്റ്റൻ്റ് ഏതായിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതിനുള്ളിൽ വരുന്നതിനെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ x⁻m ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ m എക്സിന് പകരം x പ്ലസ് √1 + x² ഹോൾ റൈസ് ടു m-1 nx⁻n-1 ആ റൂളാണ്. ഓക്കെ, ഇൻറ്റു വീണ്ടും ഉണ്ട് ഏതിനെയാണോ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തത് അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. അതാണ് ചെയിൻ റൂൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഇതിനുള്ളിലുള്ള ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ബ്രാക്കറ്റിനകത്തിലാണ്. ഇത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് √1 + x². അവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട്. √x ആയിരുന്നെങ്കിൽ √x അത്ര എഴുതിയാൽ മതി. പക്ഷേ √1 + x² ആണ്. അപ്പോൾ അതിനെയും ഈ 1 + x² എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുമ്പോൾ 1/2√x അതാണല്ലോ √x ഡെറിവേറ്റീവ്. അപ്പോൾ 2√1 + x². √x ഡെറിവേറ്റീവ് 1/2√x ആണ്. ഇതിനെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു, പക്ഷേ അത് തന്നെ അവിടെ എഴുതണം. ഇൻറ്റു ആ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തതിൻ്റെ ഡെറിവേറ്റീവ്, ഇതിനെയാണല്ലോ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തത്. ഇതിനുള്ളിലുള്ള ഈ 1ൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് x² ഡെറിവേറ്റീവ് 2x. ഓക്കെ, ഇത്രയും ആവുമ്പോഴേ അതിൻ്റെ ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ആവുള്ളൂ. ക്ലിയർ ആണല്ലോ ഇത്രയും. ഇനി സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ എ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്താൽ a⁻m-n നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. a⁻m-n എന്ന് പറഞ്ഞാൽ a⁻m ഡിവൈഡഡ് ബൈ a⁻n. ഇത് ലോസ് ഓഫ് എക്സ്പോണൻസിൽ വരുന്നതാണ്. നമ്മൾ പണ്ട് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈക്വൽ ടു a⁻m-n. a⁻m ഇൻറ്റു a⁻n ആണെങ്കിൽ a⁻m+n. ഓക്കെ, അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം: m ഇൻറ്റു x പ്ലസ് √1 + x² ഹോൾ റൈസ് ടു m ഡിവൈഡഡ് ബൈ x പ്ലസ് √1 + x² ഹോൾ റൈസ് ടു 1. ശരിയല്ലേ? ഇത് ഡെറിവേറ്റീവ് അല്ല, റൈസ് ടു 1 ആണ് കേട്ടോ. 1 യെസ്, a⁻m ഡിവൈഡഡ് ബൈ a⁻n ആ റൂൾ യൂസ് ചെയ്താണ്. ഇൻറ്റു ഇനി ഇതിനുള്ളിലുള്ള സിംപ്ലിഫിക്കേഷൻ നോക്കാം. ഇവിടെ 1 പ്ലസ് 1/2√1 + x² ഇൻറ്റു ഇവിടെ ഇനി 0 + 2x എന്ന് പറഞ്ഞാൽ 2x എന്നല്ലേ വരുള്ളൂ. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്തോളൂ. ന്യൂമറേറ്ററിൽ ഒരു എക്സ് ഡിവൈഡഡ് ബൈ √1 + x² ഉണ്ട്. അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഒന്നും നോക്കിക്കോളൂ കേട്ടോ. ഇത് m ഇൻറ്റു ഇവിടെയും ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. x പ്ലസ് √1 + x² ഹോൾ റൈസ് ടു m അതാണല്ലോ തന്നിട്ടുള്ള y. അപ്പോൾ അതിന് ഒരു y എന്ന് കൊടുത്തൂടെ. ഇപ്പോൾ ന്യൂമറേറ്ററിൽ my ഡിവൈഡഡ് ബൈ x പ്ലസ് √1 + x² ഹോൾ റൈസ് ടു 1 എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. റൈസ് ടു 1 എഴുതേണ്ട ആവശ്യമില്ല. ഇൻറ്റു ഇതിനെ വേണമെങ്കിൽ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ ബ്രാക്കറ്റ് നമുക്ക് എഴുതാം. റീസൺ ഫ്രം ഇക്വേഷൻ 1 എന്നോ അല്ലെങ്കിൽ യൂസിങ് ഇക്വേഷൻ 1 എന്നോ എഴുതാം. അപ്പോൾ ഇതിനുള്ളിൽ ഇനി വരുന്നത് എന്തൊക്കെയാണ്? 1 + x ഡിവൈഡഡ് ബൈ √1 + x² എന്നാണ് ഇതിനുള്ളിലുള്ളത്. ഇവിടെ ഇനി LCM എടുത്തിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ, നമ്മൾ മറ്റേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് LCM എടുത്ത് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിവിടെ ചെയ്യണം. ഈക്വൽ ടു my ഡിവൈഡഡ് ബൈ my ഡിവൈഡഡ് ബൈ x പ്ലസ് √1 + x² അതുപോലെ എഴുതണം. ഇൻറ്റു ഇവിടുത്തെ LCM എന്ന് പറയുന്നത് √1 + x² ആണ്. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെറും √1 + x² എന്ന് മാറും. പ്ലസ് ഇവിടെ ഒരു എക്സും ഉണ്ട്. അപ്പോൾ ഇതേ ടൈം തന്നെ അല്ലേ ഇതിൻ്റെ ഡിനോമിനേറ്ററിലുള്ളത് x പ്ലസ് √1 + x². അതിനല്ലേ ഇത്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കയ്യിലുള്ളത് dy/dx ആണ് കേട്ടോ. dy/dx. അപ്പോൾ ബാക്കി അങ്ങോട്ട് എഴുതാം. നോക്കാം. dy/dx ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് എന്താണ്? my ഡിവൈഡഡ് ബൈ √1 + x². my ഡിവൈഡഡ് ബൈ √1 + x². ഇതിനെ മറ്റൊരു ഇക്വേഷൻ നമ്പർ കൊടുത്ത് വയ്ക്കണം. ഫസ്റ്റിൽ നമ്മൾ y ഈക്വൽ ടു എന്നതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ആ 1 എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഈ y അവിടെ അപ്ലൈ ചെയ്തത്. അത് വേണമെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 എന്ന് ഇവിടെ എഴുതാമെന്ന് പറഞ്ഞു.
ഇനി ഇതിൽ നിന്ന് dy/dx നമ്മൾ റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്തെടുത്തതിന് ശേഷം അതിനെ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി ഇതുപോലെ വെച്ചുകൊണ്ട് വേണമെങ്കിലും ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന √1+x² ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷവും ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. dy/dx =my. മനസ്സിലായി കാണുന്നത്. ഈ √1+x² അത് ഡിനോമിനേറ്ററിലുള്ളതിനെ ലെഫ്റ്റ് സൈഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അത് ഇൻറ്റു ആയി. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ആദ്യം എഴുതുക, എന്നിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അല്ലേ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ dy/dxൻ്റെ ഡെറിവേറ്റീവ് d²y/dx² പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ dy/dx ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എടുക്കുമ്പോഴും പ്രശ്നമുണ്ട്. ഈ √1+x², ഈ 1+x²നെ x ആയിട്ട് അസ്യൂം ചെയ്യുമ്പോൾ 1/2√x അങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട്. 1/2√1+x² ഇൻറ്റു ആ റൂട്ടിനകത്ത് കിടക്കുന്ന 1+x² അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനിങ്ങനെ എഴുതിയാൽ മതി. ഈ 1ൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ 0 + 2x എന്ന് പറയുന്നത് 2x എന്നാണ് എഴുതിയാൽ മതി. 2x = m ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? dy/dx ആണ്. ഇനി അടുത്ത് LCM എടുത്തിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആണ്. LCM എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്നത് ഈ √1+x² മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ഒന്നും ഡിനോമിനേറ്ററിൽ ഇല്ല. എല്ലാം ഇത് ന്യൂമറേറ്ററിലാണ്. dy/dx × 1 × x ഇതെല്ലാം ന്യൂമറേറ്ററിലാണ്. അപ്പോൾ √1+x² LCM ആയിട്ട് എടുത്തു. ഇതുകൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √1+x² × √1+x², ആ √x × √x x എന്ന് എഴുതൂലേ, അതുപോലെ വെറും 1+x² ആയിട്ട് മാറും. ഇൻറ്റു ഈ d²y/dx² അതുപോലെ എഴുതണം. d²y/dx². അടുത്ത് പ്ലസ് dy/dx × 1 × x. അപ്പോൾ ഇവിടെ എന്തെഴുതും? x × dy/dx എന്ന് എഴുതാമല്ലോ അല്ലേ. x × dy/dx ഇത്രയേ ലെഫ്റ്റ് സൈഡിലുള്ളൂ. ഈക്വൽ ടു ഡിനോമിനേറ്റർ √1+x² വന്നത് എങ്ങനെയാണെന്ന് അറിയാം, LCM എടുത്തതാണ്. ഈക്വൽ ടു ഇവിടെ m ഇൻറ്റു dy/dxന് പകരം നമ്മൾ നേരത്തെ ഇക്വേഷൻ 2 എന്ന് കൊടുത്ത് വെച്ചിട്ടുള്ള ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. dy/dxന് വരെ എന്താണ്? my /√1+x². ഇപ്പോൾ ഇനി കട്ട് ചെയ്ത് പോകുന്ന ക്വാണ്ടിറ്റി ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഏതൊക്കെയാണ്. √1+x², √1+x² ഡിനോമിനേറ്ററുള്ള കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ ഇനി നിലവിലുള്ളത് 1+x² ഇൻറ്റു d²y/dx² പ്ലസ് x ഇൻറ്റു dy/dx ഈക്വൽ ടു m × m² ഇൻറ്റു y. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിനകത്ത് ബാക്കി ടൈംസ് എല്ലാം ആയി. ആ റൈറ്റ് സൈഡ് കിടക്കുന്ന m² ഇവിടെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവന്നാൽ പ്രൂഫായി. ആ ടൈംസ് എല്ലാം ആയി. അപ്പോൾ 1+x² ഇൻറ്റു d²y/dx² പ്ലസ് x ഇൻറ്റു dy/dx പിന്നെ മൈനസ് m²y ഈക്വൽ ടു പിന്നെ അവിടെ ഒന്നുമില്ല 0. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇത് പ്രൂഫ് കിട്ടിയല്ലോ. ലാസ്റ്റിൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ഹെൻസ് ദ പ്രൂഫ് എന്നോ ഹെൻസ് പ്രൂവ്ഡ് എന്നോ എഴുതി കൺക്ലൂഡ് ചെയ്യണം. ഷോ ദാറ്റ് എന്ന് ചോദിച്ചാലും പ്രൂവ് ദാറ്റ് എന്ന് ചോദിച്ചാലും കൺക്ലൂഷൻ അത് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ ഇത്? ശരി. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്ത അത്രയും ക്വസ്റ്റ്യൻസ് നന്നായി എഴുതി പഠിക്കുക. അപ്പോൾ എക്സാം എല്ലാം നല്ല എളുപ്പമായിരിക്കട്ടെ. താങ്ക് യു.